തിരുവനന്തപുരത്ത് 2 വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വ്യാപക തെരച്ചിൽ പോലീസ്. തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ മകളെയാണ് അർദ്ധരാത്രിയോടെ കാണാതായത്. 3 സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ആരോ എടുത്തുകൊണ്ടുപോയി എന്നാണ് മാതാപിതാക്കളുടെ പരാതി. ബീഹാർ സ്വദേശികളായ അമർദീപ് റമീന ദേവി ദമ്പതികളുടെ 2 വയസ്സുള്ള മകൾ മേരിയെയാണ് കഴിഞ്ഞ അർദ്ധരാത്രി 12 മണി മുതൽ കാണാതായത്. നാടോടി ദമ്പതികളായ ഇവർക്ക് 4 കുട്ടികളാണുള്ളത്. ഇവരെല്ലാം ഒന്നിച്ചുറങ്ങാൻ കിടന്നിരുന്നു. ഇക്കൂട്ടത്തിൽ നിന്നാണ് പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് ദമ്പതികൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അറിയിച്ചു. നമ്മളിപ്പോൾ 3 ടീംസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് CCTV സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം ഈസ് ഓഫ് എസൻസ്. സോ ഇവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ആരും മിസ്സിംഗ് ഇല്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ എക്സാമിനിങ് ദം ഇൻ ഡീറ്റെയിൽ. രാത്രിയിൽ ഒരു ആക്റ്റീവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായി ദമ്പതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ ആരോ ബൈക്കിൽ കൊണ്ടുപോകുന്നത് കണ്ടെന്ന് ഈഞ്ചക്കിലുള്ള ഒരു കുടുംബവും പോലീസിൽ വിവരം നൽകി. കുഞ്ഞിനെ ഒരാൾ ചോക്ലേറ്റ് നൽകി വിളിച്ചുകൊണ്ടുപോയി എന്നാണ് 3 വയസ്സുള്ള സഹോദരനും പറയുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഉത്സവ സീസൺ ആയതിനാൽ നിരവധി അന്യസംസ്ഥാന ചെറുകിട വ്യാപാരികളും നാടോടികളും തമ്പടിച്ചിട്ടുണ്ട്. ഇവിടെയും പോലീസ് നിരീക്ഷണം ശക്തമാണ്. സമീപ ജില്ലകൾ, തമിഴ്നാട് അതിർത്തി, ഹൈവേ തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണം ശക്തമാക്കിയെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ജനം, തിരുവനന്തപുരം.